ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെറ്റ് വെച്ചിട്ടുള്ളൊരു അംബ്രല്ല ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് അളവ് വരുന്നത് 36 ആണ്. അപ്പോൾ മുകളിലത്തെ പോർഷന് വേണ്ടി നമ്മൾ ചെറിയ എംബ്രോയിഡറി വരുന്ന നെറ്റാണ് എടുത്തേക്കുന്നത്. അതിന് ചേരുന്ന ലൈനിങ് എടുത്തിട്ടുണ്ട്. താഴത്തെ പോർഷനിലേക്ക് നമ്മൾ പ്ലെയിൻ നെറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ടാലോ? ആദ്യം നമ്മൾ അംബ്രല്ലയുടെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് മുകളിലത്തെ പോർഷനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നെറ്റിൻ്റെ ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഡബിൾ കോട്ട് ലൈനിങ് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒരു കട്ടി കിട്ടും. നെറ്റിന് ഒട്ടും കട്ടിയില്ല എന്നറിയാലോ. അതുകൊണ്ട് നമ്മൾ 2 ലെയർ ലൈനിങ് കൊടുക്കുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുമ്പോൾ അത്യാവശ്യം കട്ടി കിട്ടും നമുക്ക്. അപ്പോൾ അതാ നെറ്റിൻ്റെ പീസും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ലീവ്സിന് തുണി തികഞ്ഞില്ല. അപ്പം ഞാൻ ജോയിൻ ചെയ്താണ് സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നെക്ക് മാർക്ക് ചെയ്യുവാണ്. ഫ്രണ്ട് നെക്ക് ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിൽ ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഇറക്കുന്നില്ല ബാക്ക് നെക്ക്. നെറ്റൊക്കെ ആയതുകൊണ്ട് പ്രീമിയം ക്വാളിറ്റിയുടെ നെറ്റാണ് നമുക്കിവിടെ കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് പീരീഡ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നെക്ക് അടിച്ചു കൊടുക്കാനായിട്ട് ആദ്യം ലൈനിങ്, പിന്നെ നല്ല ക്ലോത്ത്, പിന്നെ ലൈനിങ്, പിന്നെ നമ്മുടെ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ബാക്ക് നെക്ക് കൂടെ അടിച്ചെടുക്കാം. ബാക്ക് നെക്കൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും സിബ് വെക്കാറുള്ളത്. സിബും വെച്ച് നമുക്കൊന്നുകൂടെ അളവെടുത്ത് നമ്മുടെ ആം ഹോളൊക്കെ ഒന്നുകൂടെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രോക്കാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രോക്ക് എപ്പോഴും ഫിറ്റായിട്ടിരിക്കാനായിട്ട് നമുക്ക് വള്ളിയും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ്സും ജോയിൻ ചെയ്ത് ഫുൾ മുകളിലത്തെ പോർഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് അടിച്ചെടുത്തേ. ഇനി നമുക്ക് അംബ്രല്ലയുടെ താഴത്തെ ഭാഗം മടക്കിയിടിക്കണം. എന്നിട്ട് മുകളിലത്തെ ഭാഗവുമായിട്ട് ജോയിൻ ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫ്രോക്കിൻ്റെ ലുക്കാണിത്. അപ്പം നമ്മൾ പ്രീമിയം ക്വാളിറ്റിയുടെ നെറ്റാണെന്ന് പറഞ്ഞല്ലോ. നെറ്റിന് ഒരു 60 റുപ്പീസ് ആവത്തേ ഉള്ളൂ. ഒരു 3 മീറ്റർ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു അംബ്രല്ല തയ്ച്ചെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.